CPM വിട്ട് UDF പിന്തുണയോടെ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന G. സുധാകരന്റെ പ്രവൃത്തിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഘണ്ടുവിൽ ഒറ്റ വാക്കേയുള്ളൂ: ചെറ്റത്തരം. ധിക്കാരം പഴയതുപോലെ തന്നെ, ഒരു കുറവുമില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി വിട്ട NK പ്രേമചന്ദ്രനെ പരനാറി എന്നാണ് പിണറായി വിജയൻ അന്ന് വിളിച്ചത്. ഇത്രയും വലിയൊരു അഹങ്കാരി ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും നികൃഷ്ടജീവിയും കുലം കുത്തിയും ബോഡി വേസ്റ്റും ഒക്കെ നിറഞ്ഞ നിഘണ്ടു കുറെ കാലം അടച്ചുവെച്ചിരുന്ന പിണറായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വീണ്ടും തുറക്കുകയാണ്. അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയും. ശ്രീ M. പ്രകാശൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഭാഷാ പ്രയോഗമാണോ ശ്രീ പിണറായി വിജയനിൽ നിന്ന് ഇന്നുണ്ടായത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, G. സുധാകരൻ എന്ന പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പശ്ചാത്തലം, പാരമ്പര്യം എല്ലാം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ശ്രീ പിണറായി വിജയന് നന്നായി അറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഴിമതിയുടെ കറപുരല്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഇത്തരം ഒരു അധിക്ഷേപം അർഹിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആ വാക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുന്നൊരു വാക്കല്ലാത്തോണ്ട് പറയുന്നില്ല. പക്ഷെ അത് ചർച്ചയല്ലല്ലോ. ചർച്ച ചെയ്തോ? അപ്പോ നിങ്ങൾക്ക് താല്പര്യമാണ് പ്രധാനം. അതെ, അത് ഒരു ദിവസം ചർച്ച ചെയ്തു. പക്ഷെ നിങ്ങൾ അദ്ദേഹം 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? 8 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ? ആ വാക്കല്ലേ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്? എന്താ ഈ പറയുന്ന സുധാകരന്റെ വാക്ക് നിങ്ങൾക്ക് ഇരിക്കട്ടെ ആയിക്കോട്ടെ. ഞാൻ പരിശോധിക്കുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് പരിശോധനകൾ, മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്ന ഒരുപാട് ചർച്ചകൾ, അതിലെല്ലാം വിജയശ്രീ ലാളിതനായി ഒന്നാമത് അംഗീകാരമുള്ള ആളായിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾക്ക് പോലും പറയേണ്ടി വരുന്നു. ഞാനിത് കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അപ്പൊ പിന്നെ ഇനി എന്താണ് മാർഗം എന്ന് കണ്ടുപിടിക്കുമ്പോ ഇതേ മാർഗമുള്ളൂ: അപകീർത്തിപ്പെടുത്തുക. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇവിടെ ആളുകൾ നടത്തിയിരിക്കുന്ന തികച്ചും അന്യായമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ല നിങ്ങളുടെ ചർച്ച. ആ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിച്ച വാക്കിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരാൾ തെണ്ടിത്തരം കാണിക്കുന്നു. തെണ്ടിത്തരം കാണിക്കുന്നതിന് തെണ്ടിത്തരം എന്നല്ലാതെ വേറെ എന്താ പറയുക? ഒരു മാറ്റവും ഇല്ലല്ലോ. നിരവധി വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള, പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് നേടി അതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാടാണ് സ്വീകരിച്ചത് എന്നതിനെ സംബന്ധിച്ചല്ലേ ചർച്ച വേണ്ടത്. വാക്കിനെ കുറിച്ച് ചർച്ച പ്രാമുഖ്യം നേടുന്നതുകൊണ്ടാ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ കുറ്റം പറയാൻ ആ വാക്കിനെ ഉപയോഗിക്കാം എന്നുള്ളത് വെച്ചാണ് നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഒരു കാരണവശാലും അദ്ദേഹം ചെയ്യാൻ അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അരുതാത്തതാണെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? അരുതാത്തതാണ് എന്ന് പറയാം ശ്രീ M. പ്രകാശൻ. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അസഭ്യ പ്രയോഗം നടത്തുന്നത് അത് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ? അങ്ങനെയാണോ CPM വിലയിരുത്തുന്നത്? ഇതിനേക്കാൾ അസഭ്യമായ ധാരാളം വാക്കുകൾ മലയാളത്തിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അറിയാം. ശരിയാണ്. ഇത് പ്രയോഗിക്കുന്നത് ആരെ എന്നുള്ളതാണ് ചോദ്യം ശ്രീ M. പ്രകാശൻ. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത് പറയുമ്പോഴാണ് ആ പ്രയോഗം ഉചിതമായോ എന്നുള്ള സംശയവും ചർച്ചയും ഉണ്ടാവുന്നത്. ഇവൻ ശരിയല്ല. മാഡം, മലയാളത്തിലെ ഏറ്റവും അസ്വീകാര്യമായ ഒരു അസഭ്യ വാക്ക് ആണ് ഇത് എന്ന് മലയാളികൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല വാക്കാണെന്ന് CPM അഭിപ്രായമുണ്ടോ? ഉത്തരം പറ. അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരാള് ഒരു തികച്ചും അന്യായമായ ഒരു കാര്യം ചെയ്യുന്നു. സാധാരണ ഒരു തെണ്ടിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു. അത് തെണ്ടിത്തരം എന്നല്ലാതെ അത് വേറെ ഏത് വാക്ക് ചെയ്യുക? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വാസ്തവത്തിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഇത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ശ്രീ M. പ്രകാശൻ. ആരെയാണ് ഇപ്പോൾ താങ്കൾ ഉപയോഗിച്ച ആ വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്? നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഒരു കാരണവശാലും പ്രതീക്ഷിച്ചുകൂടാത്ത ഒരു കൃത്യത്തെ സംബന്ധിച്ച് അതിനെ ഏറ്റവും ഉപയോഗിക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു പദവിനെ ആൾ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ അസഭ്യം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബോധ്യപ്പെടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. താൻ കൂടുതലൊന്നും പറയണ്ട. സഖാക്കളുടെ രക്തവും വിയർപ്പും എല്ലാം ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിയ ആളുകളെ സംബന്ധിച്ചാ ഞങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രൊഫസർ KV തോമസ് മുതൽ അൽഫോൺസ് കണ്ണന്താനം മുതൽ CC മുകുന്ദൻ വരെയുള്ളവർ ഈ പ്രയോഗം അർഹിക്കുന്നവരാണ് എന്നാണോ CPM-ന്റെ വിലയിരുത്തൽ? അതാ പാർട്ടിക്കാരോട് ചോദിക്ക് അർഹരാണോ?
ആയിരുന്നു ഞാൻ പറയേണ്ട ആവശ്യം. ശ്രീ വസന്ത് അത് സരിയക്ക് ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒപ്പം അവർക്ക് ഇങ്ങനെ പ്രയാസം നിന്നിട്ട് ഉണ്ടാക്കുന്ന പോയവരെ കാര്യമാണ്. കുറിച്ച് ഈ പ്രയോഗം പിന്നെ നിങ്ങൾ നടത്തുവോ? പിന്നെ തുടങ്ങിയേക്കാം. ആസിൻ മാസ്റ്ററിന്റെ വർത്തമാനം കേൾക്കുമ്പോ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലിരിക്കുന്നത് എന്ന് പറഞ്ഞ കണക്കിനാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. മുഖ്യമന്ത്രിയെ തോപ്പിക്കുന്ന രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പദവും അതിനേക്കാൾ കുറച്ചുകൂടി കടത്തിയുള്ള പദവും വളരെ വൃത്തിക്ക് വീണ്ടും വീണ്ടും അങ്ങ് ആവർത്തിച്ച് അതിൽ അങ്ങ് അഭിരമപ്പെടുകയാണ് പ്രകാശൻ മാസ്റ്ററെ പോലെ ഒരു സീനിയർ CPM നേതാവ്, ഒരു സീനിയർ കോമ്രേഡ്. എനിക്ക് ഇവരോട് പണ്ട് VS അച്യുതാനന്ദൻ ചോദിച്ച ഒരു കാര്യമാണ് ചോദിക്കാറുള്ളത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് CPM-കാരോട്, ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? പ്രകാശൻ മാസ്റ്റർ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ രീതി അതിന് ശരിയാണോ എന്നത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ നാണക്കെടുത്തി ചതി ചെയ്താൽ ചതിയന്മാർ എന്ന് വിളിക്കാം, അല്ലാതെ ചെറ്റകൾ എന്നല്ല വിളിക്കേണ്ടത്. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? നോക്കൂ, മറ്റൊരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട് നിഷ. എന്താ അത്? വെളുക്കാൻ തേച്ചത് പാണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി മാധ്യമങ്ങളെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുന്ന, എഴുതി തയ്യാറാക്കി കാച്ചിക്കുറുക്കിയ ചോദ്യങ്ങൾക്ക് മാത്രം അത്തരത്തിൽ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് പെട്ടെന്നൊരു ദിവസം മാധ്യമങ്ങളെ എല്ലാം കണ്ട് അയ്യോ കാര്യങ്ങൾ പറഞ്ഞേക്കാം, കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞേക്കാം എന്ന് തോന്നിയത് യാദൃശ്ചികമല്ലല്ലോ. അത് PRD എക്സസൈസിന്റെ ഭാഗമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ആ PRD എക്സസൈസിന്റെ ഭാഗമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പിണറായി വിജയന് മറ്റൊരു പഴഞ്ചൊല്ലു കൂടി പറഞ്ഞാൽ, കുറുക്കൻ എത്ര വെള്ളയടിച്ചാലും കൂകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ കുറുക്കൻ അറിയാതെ കൂകിപ്പോയി. അങ്ങനെയാണ് ഇന്ന് മനോരമയുടെ സീനിയർ ചീഫ് എഡിറ്റർ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ സുധാകരനെ പോലെ സമകാലികരായ, ഒരുപക്ഷെ പിണറായിയേക്കാൾ ജനകീയനായ ഒരു സഹ കോമ്രേഡിനെ ചെറ്റ എന്ന അർത്ഥത്തിൽ വിളിക്കുന്നത്. ഓ എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഓ അതിനെന്താ? ഇനി ഇപ്പൊ ഈ സുധാകരൻ എവിടേക്ക് പോയി എന്ന് പറയുമ്പോ, കണ്ണന്താനത്തെ ആനയിച്ചിരുത്തി മട്ടൺ സ്റ്റൂവും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും പോർക്കും ഒക്കെ മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിടുന്ന സമയത്ത് ഇല്ലാത്ത പ്രശ്നം പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സുധാകരന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല, തെണ്ടിത്തരം കൂടിയാണ് എന്ന് ഏറ്റുപാടുന്ന തരത്തിലുള്ള പിണറായിസ്റ്റുകളുടെ കൂട്ടമായി ആ പാർട്ടി മാറി എന്നതാണ് അവസ്ഥ. എന്താ ഉറക്കം വരുന്നു? പിണറായി വിജയൻ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നിഷ, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ടവന് വേദനിക്കും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവമില്ലാതെ അങ്ങനെ സഖാവ് പറഞ്ഞു, ആ എന്താ അടിപൊളി, കൈയടിച്ച് പാസ്സാക്കിയേക്കാം, തെണ്ടിത്തരം എന്ന് കൂടി പറഞ്ഞേക്കാം എന്ന് വിളിച്ചു പറയുന്ന മൈക്രോഫോണായി മാറുന്ന വൃത്തികെട്ടവന്മാരുടെ കൂട്ടമാണ് പിണറായിസ്റ്റുകൾ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.